യെസ്, അങ്ങനെ ഇന്ത്യൻ ടീമിൻ്റെ ഈ വർഷത്തെ അവസാന മാച്ചും കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു മാച്ചിൽ നമുക്ക് വിജയം നേടിയെടുക്കാൻ സാധിച്ചില്ല. എന്തായാലും റിസൾട്ടിൽ ഞാൻ ഹാപ്പി തന്നെയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് നമ്മൾ മലേഷ്യക്കെതിരായിട്ടുള്ളൊരു ടീമിനെതിരെ നമ്മൾ കളിച്ചിരിക്കുന്നത്. എന്തായാലും എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് 2014 നമ്മൾ അവസാനമായിട്ടും ഒരു കളി പോലും ആ ഒരു വർഷം വിജയിക്കാതിരുന്നിട്ടുള്ളത്. എന്തായാലും അതിനുശേഷം ഇപ്പോൾ ഒരു ഡിക്കേഡ് കഴിഞ്ഞു. 2024 നമ്മൾ ഒരു കളി പോലും ജയിക്കാത്തൊരു വർഷം ഉണ്ടായിരിക്കുകയാണ്. യെസ്, ഇന്ത്യൻ ഫുട്ബോളിൽ ഒരു മാറ്റവുമില്ല. അതുപോലെ തന്നെ എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ വന്നത് നമ്മുടെ മനോലോ മാർക്കസ് പറഞ്ഞൊരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ്, ഈ ഒരു റിസൾട്ടിൽ ഞാൻ ഡിസപ്പോയിൻറ്റഡ് ആണ്. എങ്കിൽ പോലും ചില പ്ലേയേഴ്സ് ഇന്നത്തെ കളിയിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ഇർഫാൻ യദ്വാദ്, അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് മികച്ചായിരുന്നെന്നാണ് മനോലോ മാർക്കസ് പറയുന്നത്. എന്തായാലും എൻ്റെ ഒരു അഭിപ്രായം അങ്ങനെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അത്ര ഹാപ്പിയല്ല. സ്റ്റിൽ സുനിൽ ഛേത്രിയുടെ ഒരു ഗ്യാപ്പ് ആർക്കും തന്നെ കവർ ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇർഫാൻ യദ്വാദ് കുറച്ച് നല്ല റൺസും കുറച്ച് നല്ല മൂവ്സും ഒക്കെ നടത്തുന്നുണ്ടായിരുന്നു. അല്ലാത്ത പക്ഷം നോക്കിക്കഴിഞ്ഞാലും അദ്ദേഹം അത്ര എഫക്റ്റീവ് അല്ല. അദ്ദേഹം ചെന്നൈയിൻ എഫ്-സിയിലും അത്ര എഫക്റ്റീവ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് നിങ്ങൾ ഒരു കോംബോ ഓർക്കുക, ജിതിൻ എം.എസ്, പാർത്ഥിവ് ഗൊഗോയ്, ആ ഒരു കോംബോയും ഫാറൂഖ് ചൗധരി അതുപോലെ തന്നെ ഇർഫാൻ യദ്വാദ് കോംബോയും ഏതാണ് നല്ലത്? ഉറപ്പായിട്ടും ജിതിൻ എം.എസ്, പാർത്ഥിവ് ഗൊഗോയാണ്. അവരെ ടീമിലേക്ക് എടുക്കാതെ നമ്മുടെ ഇവരെ എടുത്തത് എന്തിനാണെന്ന് എനിക്കറിയില്ല. എങ്കിൽ പോലും അത് എനിക്കത്ര ഹാപ്പി ആയിട്ടുള്ള കാര്യമല്ല. എങ്കിൽ പോലും രണ്ടുപേരും അത്യാവശ്യം മികച്ച പെർഫോമൻസാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. സോ എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഇത് ഇഷ്ടപ്പെടുത്തി ലൈക്ക് ചെയ്യുക. കാണുന്നത്